നമസ്കാരം. പ്രവാസികളുടെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിൽ വൻ പരിഷ്കരണങ്ങളുമായി മെർസ് സർക്കാർ. സമ്പദ് വ്യവസ്ഥയെ ഉണർത്താൻ കോടിക്കണക്കിന് യൂറോയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജർമ്മനിയിൽ ദീർഘനാളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ട് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വൻ മാറ്റങ്ങൾ ലക്ഷ്യമിട്ടുള്ള ചരിത്രപരമായ പരിഷ്കരണ പാക്കേജ് ചാൻസലർ ഫ്രെഡറിക് മെർസ് പ്രഖ്യാപിച്ചു. ഭരണകക്ഷികളായ CDU, CSU, SPD പാർട്ടികൾ തമ്മിൽ മാസങ്ങളായി നീണ്ടുനിന്ന തർക്കങ്ങൾക്കൊടുവിലാണ് പ്രോഗ്രാം ഫോർ റിവൈവൽ ആൻഡ് എംപ്ലോയ്മെന്റ് എന്ന പേരിൽ പുതിയ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രവാസികളും ജർമ്മനിയിലെ ജീവനക്കാരും ബിസിനസ്സുകാരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങളാണ് ഇനി പറയുന്നത്. വൻകിടക്കാർക്ക് നികുതി കൂടും, സാധാരണക്കാർക്ക് ഇളവ് ലഭിക്കും. 10 ബില്യൺ യൂറോയുടെ നികുതി ഇളവ് രാജ്യത്തെ തൊഴിലാളികൾക്കും കമ്പനികൾക്കും ആശ്വാസമേകാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഒരു ശരാശരി കുടുംബത്തിന് പ്രതിവർഷം ഏകദേശം 600 യൂറോയ്ക്ക് മുകളിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും. ഈ ഇളവുകൾക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വരുമാനക്കാരായ വൻകിടക്കാരിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കുമെന്ന് ധനമന്ത്രി ലാർസ് ക്ലിംഗ്ബൈൽ വ്യക്തമാക്കി. അതേസമയം പെൻഷൻ പ്രായം 67ലേക്കും നീട്ടി. അതേസമയം ജർമ്മനിയിലെ പെൻഷൻ സംവിധാനം കൂടുതൽ ഭദ്രമാക്കുന്നതിന്റെ ഭാഗമായി വിരമിക്കൽ പ്രായം ഘട്ടം ഘട്ടമായി 67 വയസ്സിലേക്ക് ഉയർത്താൻ ആണ് സഖ്യ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ തീവ്ര വലതുപക്ഷ പാർട്ടിയായ AfD സമീപകാലത്തെ അഭിപ്രായ സർവേകളിൽ ഒന്നാമതെത്തിയതും സെപ്റ്റംബറിൽ വരാനിരിക്കുന്ന നിർണായകമായ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളുമാണ് സർക്കാരിനെ ഇത്തരമൊരു വൻ പ്രഖ്യാപനത്തിന് പ്രേരിപ്പിച്ചത്. കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നികുതി നയങ്ങളും ചൈനയിൽ നിന്നുള്ള കടുത്ത മത്സരവും ജർമ്മൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയെ ബാധിച്ചതും ഈ സാമ്പത്തിക പരിഷ്കരണത്തിന് കാരണമായി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ജർമ്മനി കാണുന്ന ഏറ്റവും വലിയ പരിഷ്കരണ പാക്കേജാണിത്. ഇനി ആർക്കൊക്കെ നേട്ടം ലഭിക്കുമെന്ന് നോക്കിയാൽ കുടുംബങ്ങൾക്ക് മാത്രം താൽക്കാലിക ആശ്വാസം ലഭിക്കും. പ്രതിവർഷം 60,000 യൂറോ വീതം വരുമാനമുള്ള 2 കുട്ടികളുള്ള മാതാപിതാക്കൾ രണ്ടുപേരും ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരു കുടുംബത്തിന് വർഷത്തിൽ പരമാവധി 678 യൂറോയുടെ ഇളവ് ലഭിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്ക്. അതേസമയം ലക്ഷക്കണക്കിന് ആളുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. കുട്ടികളില്ലാത്ത കുടുംബങ്ങൾക്കും രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന സിംഗിൾസ് ആയ ജീവനക്കാർക്കും ഈ പരിഷ്കരണം കൊണ്ട് എന്ത് നേട്ടമുണ്ടാകുമെന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കൂടാതെ ജർമ്മനിയിലെ 1/3 ഫുൾ ടൈം ജീവനക്കാരും നിലവിൽ 60,000 യൂറോയ്ക്ക് മുകളിൽ ശമ്പളം വാങ്ങുന്നവരാണ്. ജർമ്മനിയിലെ നിയമപ്രകാരം ഓരോ വർഷവും ജീവിത ചെലവിന് അനുസരിച്ച് ടാക്സ് ഫ്രീ തുക, അതായത് സ്റ്റോയർ ഫ്രൈ ബെത്രാഗ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് പുതിയ ഇളവായി സർക്കാർ പരസ്യം ചെയ്യുന്നത്. എന്നാൽ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതും നിയമപരമായ ആവശ്യകത മാത്രമാണ്. അതായത് കിൻഡർഗൽ പെൻഷൻ വിഹിതം വർദ്ധിക്കും. ഇത് സാധാരണക്കാരന് തിരിച്ചടിയാവും. അതുകൊണ്ട് തന്നെ നേരത്തെ ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ള മിനി ജോബിന്റെ കാര്യത്തിൽ പെൻഷൻ വിഹിതം അടയ്ക്കേണ്ടി വരുന്നത് കൊണ്ട് മിനി ജോബിന്റെ പ്രസക്തി തന്നെ രാജ്യത്ത് നിന്ന് ഇല്ലാതാവുകയാണ്. ചുരുക്കത്തിൽ സാധാരണക്കാർക്ക് വലിയ നികുതി ഇളവ് വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണസഖ്യം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നാണ് നിലവിലെ ആക്ഷേപം. പെൻഷൻ വിഹിതം കൂടുന്നതോടെ ഇടത്തരം കുറഞ്ഞ വരുമാനക്കാരായ പ്രവാസികൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് യഥാർത്ഥത്തിൽ സാമ്പത്തിക ബാധ്യത കൂടാനാണ് ഈ പരിഷ്കരണം വഴിവെക്കുക. ഇനി പറയുന്ന വാർത്ത, പുതിയതായി ജർമ്മനിയിലെത്തി ഹൗസ് ബിൽഡിംഗും അതുപോലെ തന്നെ ജോലിയിലും കയറിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു തിരിച്ചടിയാണ്. കാരണം ഒന്ന് തുമ്മിയാൽ സിക്കടിക്കുന്ന ഇത്തരക്കാർക്ക് ഇനി മുതൽ അത്തരമൊരു സിക്ക് ലീവ് അനുവദിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ജർമ്മനിയിൽ അസുഖ അവധിക്ക് 1-ാം ദിവസം മുതൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുകയാണ് സർക്കാർ. ജർമ്മനിയിൽ വർദ്ധിച്ചു വരുന്ന രോഗാവധികളും അത് സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധിയും കണക്കിലെടുത്ത് നിലവിലുള്ള നിയമങ്ങൾ കർശനമാക്കാൻ മെർസ് സർക്കാർ പുതിയ പരിഷ്കരണ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. ദശലക്ഷക്കണക്കിന് പ്രവാസികളെയും മറ്റ് ജീവനക്കാരെയും നേരിട്ട് ബാധിക്കുന്ന പ്രധാന വിവരങ്ങൾ വിശദമാക്കുകയാണ് ഈ വാർത്തയിലൂടെ. ഫോൺ വഴിയുള്ള അവധിക്ക് കൂട്ടുവീഴുകയാണ്. ജർമ്മനിയിൽ ജീവനക്കാർക്കിടയിൽ രോഗാവധികൾ, അതായത് സിക്ക് ഡേയ്സ് വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഒഴിവാക്കാൻ ഡോക്ടറെ ഫോണിൽ വിളിച്ച് അവധി സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന രീതി പൂർണ്ണമായും നിർത്തലാക്കുകയാണ്. പകരം ഇനി 1-ാം ദിവസം മുതൽ നേരിട്ടുള്ള അറ്റസ്റ്റ് നിർബന്ധമാക്കും. 1-ാം ദിവസം മുതൽ സർട്ടിഫിക്കറ്റ്, അതായത് അറ്റസ്റ്റ് അപ്ഡൈൻ എർസ്റ്റൻ ടാഗ് എന്നാണ് ഗവൺമെന്റ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം അസുഖം വന്ന് 4-ാം ദിവസമാണ് സാധാരണയായി ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, അതായത് ആവു ഹാജരാക്കേണ്ടത്. എന്നാൽ പുതിയ പരിഷ്കരണത്തോടെ അസുഖം ബാധിക്കുന്ന ആദ്യ ദിവസം തന്നെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കും. എങ്കിലും തൊഴിലുടമയ്ക്ക് തങ്ങളുടെ ജീവനക്കാർക്ക് പഴയതുപോലെ ഇളവുകൾ നൽകാൻ കരാറുകൾ വഴി ചിലപ്പോൾ സാധിച്ചേക്കുമെന്നും സൂചനയുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണിലൂടെയുള്ള ലീവ് നിർത്തലാക്കുകയാണ്. ഷ്ലൂസ് മിഡ് ടെലിഫോൺ
ടെലിഫോണിഷ്യൻ ക്രാങ്ക് ഷ്രൈബും. ചെറിയ ജലദോഷമോ പനിയോ ഉള്ളവർ ഫോണിലൂടെ ഡോക്ടറെ വിളിച്ച് 5 ദിവസം വരെ അവധി സർട്ടിഫിക്കറ്റ് വാങ്ങാമെന്ന 2023 കൊണ്ടുവന്ന ജനപ്രിയ നിയമം പൂർണ്ണമായും നിർത്തലാക്കുകയാണ്. ഇനി മുതൽ അസുഖം വന്നാൽ ഒന്നുകിൽ നേരിട്ട് ആർട്സ് പ്രാക്ടീസിൽ അല്ലെങ്കിൽ ക്ലിനിക്കിൽ എത്തണം, അല്ലെങ്കിൽ വീഡിയോ കൺസൾട്ടേഷൻ വഴി ഡോക്ടറെ കാണണം. ഇനിയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നവർക്ക് കടുത്ത ശിക്ഷയാണ്. പരിശോധനകൾ കൂടാതെ വ്യാജമായി നൽകുന്ന അവധി സർട്ടിഫിക്കറ്റുകൾ, അതായത് ഗെഫെലിഷ്കൈറ്റ്സ് അറ്റസ്റ്റ് തടയുന്നതിനായി ക്രിമിനൽ നിയമപ്രകാരം STGB കർശനമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. STGB എന്നതിന്റെ ഫുൾ ഫോം സ്ട്രാഫ് ഗസറ്റ്സ്ബുക്ക് എന്നാണ്. ജർമ്മനിയിലെ ക്രിമിനൽ കോഡ് അഥവാ ക്രിമിനൽ നിയമ സംഹിതയാണ് ജർമ്മൻ ഭാഷയിൽ സ്ട്രാഫ് ഗസറ്റ്സ്ബുക്ക് എന്ന് വിളിക്കുന്നത്. ഏതൊക്കെ കുറ്റകൃത്യങ്ങൾക്ക് എന്തൊക്കെ ശിക്ഷകൾ നൽകാം എന്ന് വ്യക്തമാക്കുന്ന ജർമ്മനിയിലെ പ്രധാന നിയമ പുസ്തകമാണിത്. വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ഈ നിയമത്തിലെ 278 വകുപ്പ് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. അതേസമയം സർക്കാരിന്റെ പുതിയ തീരുമാനത്തിനെതിരെ ഡോക്ടർമാരുടെ സംഘടനയായ കാബിഫവും പ്രതികരിച്ചിട്ടുണ്ട്. ക്ലിനിക്കുകളിലെ അമിത തിരക്ക് ഒഴിവാക്കാൻ ചെറിയ അസുഖങ്ങൾക്ക് പോലും ആളുകൾ ക്ലിനിക്കിൽ ക്യൂ നിൽക്കേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഗുരുതരമായ രോഗികളായവർക്ക് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കുന്നത് തടസ്സപ്പെടുത്തുമെന്നാണ് അവർ പറയുന്നത്. സർക്കാരിന്റെ പുതിയ തീരുമാനം എന്ന് നിലവിൽ വരുമെന്ന് ചോദിച്ചാൽ ഇക്കാര്യങ്ങൾ ഇനി ബുണ്ടസ്റ്റാഗ് അല്ലെങ്കിൽ ജർമ്മൻ പാർലമെന്റ് പാസാക്കേണ്ടതുണ്ട്. അതിനാൽ ഇത് ഔദ്യോഗികമായി എന്ന് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന കൃത്യമായ തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ജർമ്മനിയിൽ ജനങ്ങൾക്ക് ആശ്വാസമായി പ്രഖ്യാപിച്ചിരുന്ന ഇന്ധന നികുതി ഇളവ് ബുധനാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിച്ചതിനെ തുടർന്ന് രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുത്തനെ കൂടി. യുദ്ധ പശ്ചാത്തലത്തിൽ ഉയർന്ന ഊർജ്ജ വില നിയന്ത്രിക്കാൻ മെയ് 1 മുതൽ 2 മാസത്തേക്കായിരുന്നു സർക്കാർ ഈ ഇളവ് നൽകിയിരുന്നത്. വിലവർധന ഒറ്റ രാത്രി കൊണ്ട് ഇളവ് അവസാനിച്ചതോടെ പെട്രോളിന് ലിറ്ററിന് 13 മുതൽ 18 സെന്റ് വർദ്ധിച്ചു. ഡീസലിന് 15 മുതൽ 20 സെന്റ് വരെയാണ് വർദ്ധിച്ചത്. നിലവിൽ പെട്രോളിന് ശരാശരി 2.15 യൂറോയും ഡീസലിന് 2.11 യൂറോയും നൽകേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇനിയും വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. വടക്കൻ ജർമ്മനിയിലെ ലുഡ്വിഗ് ലൂസ്റ്റ് നഗരത്തിലെ ആശുപത്രിയിലുണ്ടായ ഭീകരമായ തീപിടുത്തത്തിൽ 2 പേർ മരിച്ചു. നിരവധി രോഗികളെയും ജീവനക്കാരെയും കെട്ടിടത്തിൽ നിന്ന് അടിയന്തരമായി ഒഴിപ്പിച്ചു. തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ വാർഡുകളിൽ നിന്ന് ചികിത്സയിലായിരുന്ന രോഗികളെയും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ജർമ്മനിയിലെ മലയാളി നഴ്സുമാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹം വലിയ തോതിൽ ജോലി ചെയ്യുന്ന മേഖലയാണിത്. എന്നാൽ അപകടത്തിൽപ്പെട്ടവരിൽ മലയാളികൾ അല്ലെങ്കിൽ മറ്റു വിദേശികളോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അപകടത്തിന്റെ കൃത്യമായ കാരണം അന്വേഷിച്ചു വരികയാണ്. ജർമ്മനിയിലെ ബെർലിൻ ബ്രാൻഡംബർഗ് വിമാനത്താവളത്തിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെ ബെൽറ്റ് ഊരുന്നതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ജീവനക്കാരും അധികൃതരും തമ്മിൽ തർക്കവും ആശയക്കുഴപ്പവും ഉണ്ടായി. വിമാനത്താവളത്തിലെ പുതിയ 3D സ്കാനറുകൾ സ്ഥാപിച്ചതിന് പിന്നാലെയാണ് വിചിത്രമായ ഈ സംഭവം. അതേസമയം പ്രവാസികളും യാത്രക്കാരും അറിയേണ്ട പ്രധാന വിവരങ്ങളാണ് ഞങ്ങൾ നൽകുന്നത്. ജർമ്മനിയിൽ ബെൽറ്റ് ഊരൽ നിർബന്ധമല്ല. ജർമ്മനിയിലെ ഒരു വിമാനത്താവളങ്ങളിലും സുരക്ഷാ പരിശോധനയുടെ ഭാഗമായി യാത്രക്കാർ നിർബന്ധമായും ബെൽറ്റ് അഴിച്ചു മാറ്റണം എന്ന് നിയമമില്ല. ബെൽറ്റ് ധരിച്ച് തന്നെ സ്കാനറിലൂടെ കടന്നു പോകാം. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ ആ സ്കാനറിൽ സിഗ്നൽ കാണിച്ചാൽ ജീവനക്കാർ മാനുവലായി പരിശോധിക്കും എന്നതിനാൽ അല്പം സമയം വൈകിയേക്കാം എന്ന് മാത്രം. എന്നാൽ ബെർലിൻ വിമാനത്താവളത്തിലെ സുരക്ഷാ ചുമതലയുള്ള സെക്യൂരിറ്റാസ് കമ്പനി ജീവനക്കാർ യാത്രക്കാരോട് ബെൽറ്റ് ഊരിമാറ്റാൻ കർശനമായി ആവശ്യപ്പെടുകയായിരുന്നു. ഇത് വിമാനത്താവള അധികൃതരുടെ വ്യക്തമായ ഉത്തരവാദിത്തമാണെന്നാണ് അവർ വാദിച്ചത്. സുരക്ഷാ ജീവനക്കാരുടെ ഈ നടപടിക്കെതിരെ എയർപോർട്ട് മാനേജ്മെന്റും ഫെഡറൽ പോലീസും രംഗത്ത് വന്നു. ബെൽറ്റ് ഊരുന്നത് യാത്രക്കാരുടെ വ്യക്തിപരമായ തീരുമാനമല്ലെന്നും നിർബന്ധിത നിയമമല്ലെന്നും അധികൃതർ വ്യക്തമാക്കി. വിമാനത്താവളത്തിൽ സ്ഥാപിച്ച പുതിയ ബോർഡുകൾ സുരക്ഷാ ജീവനക്കാർ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നാണ് പറയുന്നത്. വിഷയം വിവാദമായതോടെ പുതിയ സംവിധാനം വന്നപ്പോഴുണ്ടായ ആശയക്കുഴപ്പമാണെന്നും ജീവനക്കാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി ഇത് പരിഹരിച്ചെന്നും സുരക്ഷാ ഏജൻസി അറിയിച്ചിട്ടുണ്ട്. ബെർലിൻ വിമാനത്താവളം വഴി യാത്ര ചെയ്യുന്ന സുരക്ഷാ ജീവനക്കാർ നിർബന്ധിച്ചാലും ബെൽറ്റ് ഊരാൻ നിയമപരമായി ബാധ്യസ്ഥരല്ല എന്നാണ് വസ്തുത. പാൽമാഡി മലോർക്കയിൽ നിന്ന് ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിലേക്ക് പറക്കുകയായിരുന്ന നോർവീജിയൻ എയർലൈൻസ് വിമാനത്തിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. ക്യാബിനിലെ വായുമർദ്ദത്തിൽ പെട്ടെന്നുണ്ടായ വ്യതിയാനത്തെ തുടർന്ന് വിമാനം ജർമ്മനിയിലെ ഹാംബർഗ് വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കി. വിമാനത്തിനുള്ളിലെ വായുമർദ്ദത്തിൽ പെട്ടെന്ന് തകരാർ കണ്ടതിനെ തുടർന്ന് പൈലറ്റുമാർ വിമാനം വളരെ വേഗത്തിൽ താഴേക്ക് ഇറക്കുകയായിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടി സ്വീകരിച്ചത്. വിമാനം പെട്ടെന്ന് താഴേക്ക് പതിച്ചപ്പോഴുണ്ടായ മർദ്ദവ്യത്യാസം കാരണം 4 യാത്രക്കാർക്കും ഒരു ക്രൂ അംഗത്തിന്
മൂലം മൂക്കിൽ നിന്ന് ചോര വരികയും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ചെയ്തു. ഇവരെ ഹാംബർഗിൽ ഇറക്കിയ ഉടൻ തന്നെ വിദഗ്ധ മെഡിക്കൽ സംഘം പരിചരിച്ചു. മറ്റ് യാത്രക്കാർ എല്ലാവരും സുരക്ഷിതരാണ്. തുടർന്ന് ഹാംബർഗിൽ കുടുങ്ങിയ യാത്രക്കാരെയും ജീവനക്കാരെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിനായി കോപ്പൻഹേഗനിൽ നിന്ന് എയർലൈൻ മറ്റൊരു പ്രത്യേക വിമാനം അടിയന്തരമായി എത്തിച്ചു. ഉക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമാക്കി വ്യാഴാഴ്ച പുലർച്ചെ റഷ്യ നടത്തിയ വ്യോമാക്രമണത്തിൽ 13 പേർ കൊല്ലപ്പെട്ടു. ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ച് റഷ്യ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ വർഷം കീവിന് നേരെ നടക്കുന്ന ഏറ്റവും മാരകമായ രണ്ടാമത്തെ ആക്രമണമാണ്. മാർപ്പാപ്പയും വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വത്തിക്കാൻ കാര്യാലയം നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ച് മെത്രാഭിഷേകം നടത്തിയ വിശുദ്ധ 10-ാം പിയൂസിന്റെ നാമധേയത്തിലുള്ള പൗരോഹിത്യ കൂട്ടായ്മ സ്വമേധയാലുള്ള പുറത്താക്കലിന് വിധേയമായതായി വത്തിക്കാൻ പ്രഖ്യാപിച്ചു. ഈ കൂട്ടായ്മയിലെ മെത്രാന്മാരായ അൽഫോൻസ ദെ ഗലറേത്തെ, ബെർണാഡ് ഫെല്ലെ, പുതുതായി വാഴിക്കപ്പെട്ട മെത്രാന്മാരായ പാസ്കൽ ഷബ്രൈൻ, മൈക്കൽ ഗോൾഡേഡ്, മൈക്കൽ പാൻസ് ഡി, മാർക്ക് ഹാപ്പിയർ എന്നിവരെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ച ഡിക്രിയും വിശദീകരണക്കുറിപ്പും വിശ്വാസ കാര്യങ്ങൾക്ക് വത്തിക്കാൻ കാര്യാലയത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പുറത്തിറക്കി. ഈ കൂട്ടായ്മ നടത്തുന്ന കൂതാശകൾ നിയമാനുസൃതമല്ലെന്നും ഇവർ നടത്തുന്ന കുമ്പസാരവും വിവാഹവും അസാധുവാണെന്നും പ്രഖ്യാപിച്ച വത്തിക്കാൻ അവരുടെ വിശുദ്ധ കുർബാന അർപ്പണങ്ങളിലും അവർ സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലും പങ്കെടുക്കലിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിർദ്ദേശം നൽകി. ജൂലൈ 1 സ്വിറ്റ്സർലൻഡിലെ ഏക്കോണിൽ നടത്തിയ മെത്രാഭിഷേകങ്ങളെ ശീശ്മയുടെ സ്വഭാവമുള്ള ഒരു പ്രവൃത്തി എന്നാണ് വത്തിക്കാൻ കാര്യാലയം വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുമ്പോഴും ബിസിനസ് തന്ത്രങ്ങൾ കൈവിടാതെ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പുകൾ എന്നിവയിലൂടെ ട്രംപ് സ്വന്തമാക്കിയത് വൻ തുകയാണ്. പതിറ്റാണ്ടുകൾ കൊണ്ട് കെട്ടിപ്പടുത്ത റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യത്തിന്റെ വളർച്ചയെ പോലും മറികടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പുതിയ സാമ്പത്തിക മുന്നേറ്റം. വേൾഡ് ലിബറേറ്റി ഫിനാൻഷ്യൽ വഴി ടോക്കണുകൾ വിറ്റഴിച്ചതിലൂടെ $500 ബില്യൺ തന്റെ മുഖം പതിപ്പിച്ച മിം കോയിനുകൾ വിറ്റ CIC ഡിജിറ്റൽ വഴി $600 മില്യൺ ട്രംപ് സമാഹരിച്ചത്. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർക്ക്, അതായത് OCI കാർഡ് ഉടമകൾക്ക് വലിയ ആശ്വാസ വാർത്തയുമാണ് ഇനി പറയുന്നത്. ഇന്ത്യൻ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ നിലവിലുള്ള ബുക്ക്ലെറ്റ് രൂപത്തിലുള്ള OCI കാർഡിനൊപ്പം ഇനി മുതൽ പൂർണ്ണമായും ഡിജിറ്റലായി, അതായത് ഈ OCI സംവിധാനം ഔദ്യോഗികമായി ആരംഭിച്ചു. ഇതോടെ കാർഡിന്റെ ഡിജിറ്റൽ പതിപ്പ് മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വിമാനയാത്രകൾക്കും ഇമിഗ്രേഷൻ പരിശോധനകൾക്കും ഉപയോഗിക്കാം. പ്രവാസികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങളാണ് ഇനി പറയുന്നത്. എന്താണ് ഈ OCI കാർഡ്? നിലവിലുള്ള OCI കാർഡിന്റെ കൃത്യമായ ഡിജിറ്റൽ പതിപ്പാണ് ഈ OCI. ഇത് മൊബൈൽ ഫോണിൽ സുരക്ഷിതമായി സൂക്ഷിക്കാനും എളുപ്പത്തിൽ കാണിക്കാനും സാധിക്കും. ഇനി മുതൽ യാത്ര ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഫിസിക്കൽ OCI ബുക്ക്ലെറ്റ് കയ്യിൽ കരുതേണ്ടതില്ല എന്നതാണ് ഇതിന്റെ വലിയ നേട്ടം. നിങ്ങളുടെ കൈവശമുള്ള നിലവിലെ ഫിസിക്കൽ OCI കാർഡ് അസാധുവാകുന്നില്ല. അത് തുടർന്ന് നിയമപരമായി സാധുതയുള്ള രേഖയായി തന്നെ നിലനിൽക്കും. ഈ OCI കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? നിലവിലെ OCI കാർഡ് ഉടമകൾക്ക് ഇനി പറയുന്ന ലളിതമായ നടപടികളിലൂടെ ഡിജിറ്റൽ കാർഡ് മൊബൈലിൽ സ്വന്തമാക്കാം. ആദ്യമായി ലോഗിൻ ചെയ്യുക. കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക OCI സർവീസസ് പോർട്ടലിൽ നിലവിലുള്ള യൂസർ ID, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവർ ആദ്യം OCI അപേക്ഷയിൽ നൽകിയിരിക്കുന്ന ഇമെയിൽ വിലാസം ഉപയോഗിച്ച് രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അപേക്ഷകരുടെ വിവരങ്ങൾ സ്ക്രീനിൽ വന്ന ശേഷം അവസാന കോളത്തിലുള്ള ജനറേറ്റ് ഈ OCI കാർഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഡാഷ്ബോർഡിലെ ഈ OCI ടാബിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നിങ്ങളുടെ ഈ OCI കാർഡ് ജനറേറ്റ് ചെയ്യപ്പെടും. ഇത് മൊബൈലിലേക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. വിദേശത്ത് സ്ഥിരതാമസമാക്കിയവർക്കും പതിവായി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും ഈ ഡിജിറ്റൽ സംവിധാനം ഏറെ ഉപകാരപ്രദമാകും. ഈ OCI കാർഡ് കേന്ദ്ര സർക്കാർ നൽകുന്ന പൂർണ്ണമായും ഒരു അധിക ഡിജിറ്റൽ സൗകര്യമാണ്. അമേരിക്കയിൽ നടന്ന ലോകകപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് ജർമ്മൻ ദേശീയ ഫുട്ബോൾ ടീം പരിശീലകൻ ജൂലിയൻ നാഗൽസ്മാൻ പുറത്തേക്കെന്ന സൂചന. ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ, അതായത് DFB ആസ്ഥാനത്ത് ഒത്തുകൂടിയ ഉന്നത ഉദ്യോഗസ്ഥർ 3 മണിക്കൂറിലകം നീണ്ട അടിയന്തര യോഗത്തിലാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങിയത്. ലോകകപ്പിൽ ജർമ്മനി നേരത്തെ തന്നെ പുറത്തായതാണ് നാഗൽസ്മാന്റെ കസേര തെറിക്കാൻ പ്രധാന കാരണം. ടീമിന്റെ പ്രകടനത്തിൽ DFB ബോസിന് കടുത്ത അതൃപ്തിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ സ്വയം ഒഴിഞ്ഞുപോകാൻ നാഗൽസ്മാൻ തയ്യാറാകുമോ അതോ കരാർ തുകയ്ക്കായി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത്. 14 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന് ലഭിക്കേണ്ടത്. എന്നാൽ ജൂലിയൻ നാഗൽസ്മാൻ ജർമ്മൻ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകുമെന്ന വാർത്തകൾ ശക്തമായതോടെ പകരക്കാരനായി ആര് വരുമെന്ന ചർച്ചകളും സജീവമായി കഴിഞ്ഞു. ഈ സ്ഥാനത്തേക്ക് ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷന് മുൻപിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പേര് മുൻ ലിവർപൂൾ ബോസ് യൂർഗൻ ക്ലോപ്പിന്റേതാണ്. ആരാധകരുടെ പ്രിയങ്കരനാണ് ക്ലോപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അർപ്പിച്ചുകൊണ്ട് നമസ്കാരം.